അമ്മോ, നിങ്ങൾ എന്താ ഇവിടെ? അകത്തേക്ക് പറ്റേ? വേണ്ട, എന്നാ നീ പുറത്തേക്ക് വാ. ഒന്ന് പോയി. ആരെങ്കിലും കണ്ടാണ്ടല്ലോ. എനിക്ക് സംസാരിക്കണം. ശരത്തേട്ടൻ, നാളെ എന്റെ കല്യാണമാണ്. പ്ലീസ് അമ്മോ, പ്ലീസ്. വരാം. ശരത്തേട്ടാ, ആരെങ്കിലും അറിഞ്ഞ എന്നെ കൊല്ലും. എന്താന്ന് വെച്ചൊന്ന് വേഗം പറ. ഒന്ന് പറയണ്ടോ? നാളെ മുതൽ വേറെ ആരോ പെണ്ണാലേ? ആ, അതെ. അവൻ്റെ പേരെന്താ? പ്രസാദ്. അവൻ കാണാൻ എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. എന്നെക്കാളും? ആ, ശരിക്കും നീ കല്യാണത്തിന് നോക്കിയാണോ? ആ, ഓക്കെയാണ്. ഞാൻ ഓക്കെ അല്ല അമ്മോ. നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞില്ലേ, എൻ്റെ നെഞ്ചത്ത് ഒരു കല്ല് കയറ്റി വെച്ച ഫീലാ. എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയപ്പോൾ ഇതൊന്നും ഓർത്തില്ലായിരുന്നോ? പറ്റിപ്പോയമ്മോ. പക്ഷെ നിന്നെ ഡിവോഴ്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന്. എന്നെങ്കിലും നിന്നോടേ ഇതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിനുള്ള സാഹചര്യം സന്ദർഭം ഇപ്പോഴാണ് കിട്ടിയത്. നല്ല ബെസ്റ്റ് സന്ദർഭം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ആ നിന്നെ പൊന്നുപോലെ നോക്കൂലേ? 101 പവനും കാറും കാശൊക്കെ കൊടുക്കുന്നുണ്ട്. ഓഹോ, ഇതൊന്നും കൊടുക്കാതെ ഒരാളെ പിന്നെയും വന്ന് കെട്ടാൻ സമ്മതിക്കുമോ? എന്താ? ഒന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ. എൻ്റെ അച്ഛനിത് കേട്ട് വന്നോണ്ടല്ലോ, നമ്മുടെ കാല് തല്ലി കൊടുക്കും. നിങ്ങൾ ഒറ്റ ഒരാളാ ഇതെല്ലാം ഉണ്ടാക്കിയത്. എന്താ? ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ അവിടുന്ന് എന്തോ കൊണ്ടു. എവിടെ നോക്കട്ടെ. കുഴപ്പമില്ല. മുറിഞ്ഞിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അല്ലേലും നിങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത്? അമ്മോ, ഞാൻ സത്യമായിട്ട് പറയാം, എനിക്ക് നീ അത് പറ്റില്ല. ഞാൻ പറഞ്ഞത് തെണ്ടിത്തരാമെന്ന് എനിക്കറിയാം. നീ എൻ്റെ കൂടെ പോ. നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഞാൻ ഒരു കുഴപ്പവും കാണിക്കില്ല. എൻ്റെ പഴയ സ്വഭാവമൊക്കെ ഞാൻ മാറ്റി. പക്ഷെ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് മുന്നോട്ട് പോകാം. ഒന്ന് വിട്ടേ. ഡെക്കറേഷൻ്റെ കുറച്ച് കാശ് പോയാലും മറ്റേ ശ്രീധരൻ സേഫാ. എനിക്കൊന്നും വേണ്ട. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും
ഡിവോഴ്സ് ചെയ്ത ഭാര്യനെ വീണ്ടും വന്നിങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? 1000 വട്ടം. എന്നാ വാ പോവാം. ശരിക്കും? എനിക്ക് വെറുതെ ആലോചിക്കാൻ സമയം തരില്ലേ. എൻ്റെ മനസ്സ് പറഞ്ഞതിന് മുന്നേ കൊണ്ടുപോകാൻ നോക്ക്. ഓക്കെ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. ശരത്തേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നത് തെണ്ടിത്തരാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ശരത്തേട്ടന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛൻ്റെ 101 പവൻ സേഫാണ്.